സൗദി പ്രോ ലീഗിലെ ടീമുകൾ യൂറോപ്യൻ ടീമുകളുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ടീമുകളാണ് എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് വരാത്ത ട്രോളില്ലായിരുന്നു. ഈ ഒരു ഒട്ടക ലീഗിലുള്ള ടീമിനെയാണ് ഒന്ന് യൂറോപ്പുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ വരുന്നത്, പൊട്ടി പാളീസായി പോകുമെന്നൊക്കെ ആയിരുന്നു പലരുടെയും അഭിപ്രായം. പക്ഷേ അതിപ്പോൾ കാലം തെളിയിച്ചതുപോലെയാണ്. മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് അൽ ഹിലാൽ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 4-3 എന്നുള്ളൊരു സ്കോറിന് സിറ്റി എടുത്ത് പുറത്താക്കി കളഞ്ഞു അൽ ഹിലാൽ, ഈ ഒരു ഒട്ടക ലീഗിലുള്ള അൽ ഹിലാൽ. സിറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയ ടീമല്ല, വേൾഡിലെ ടോപ്പ് ലീഗായിട്ടുള്ള പ്രീമിയർ ലീഗിലെ വൺ ഓഫ് ദി ടോപ്പ് ടീമാണ് സിറ്റി. അവരുടെ കോച്ച് ആരാ? ടാക്ടിക്സുകളുടെ രാജകുമാരൻ എന്നൊക്കെ പറയുന്ന പെപ് ഗാർഡിയോളയാണ്. ആ ഒരു ടീമിനെയാണ് അൽ ഹിലാൽ, ഈ ഒരു ഒട്ടക ലീഗിലുള്ള അൽ ഹിലാൽ പരാജയപ്പെടുത്തി വിട്ടത്. സോ ക്ലബ്ബ് വേൾഡ് കപ്പ് റൗണ്ട് ഓഫ് 16 കടന്ന സമയത്ത് ഭയങ്കരമായിട്ട് കോമ്പറ്റീറ്റീവ് ആയിട്ടുണ്ട്. ആര് വിജയിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്റർ മിലാൻ വേഴ്സസ് ഫ്ലൂമിനൻസ് മാച്ചിൽ അതിൽ ഫ്ലൂമിനൻസ് ആണ് 2-0 എന്നുള്ള സ്കോറിന് ഇന്റർ മിലാനെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിലോട്ട് ക്വാളിഫൈ ആയത്. അൽ ഹിലാൽ വേഴ്സസ് ഫ്ലൂമിനൻസ് ആണ് ആ ഒരു സെറ്റ് ഓഫ് ക്വാർട്ടർ ഫൈനൽ വന്നത്. നമ്മളെല്ലാവരും വിചാരിച്ചെന്തായിരുന്നു, സിറ്റിയും ഇന്റർ മിലാനും വരുമെന്നാണ്. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. സോ ഇനി ഒരു സെറ്റ് ഓഫ് ക്വാർട്ടർ ഫൈനലും കൂടെ നടക്കാനുണ്ട്, റയൽ മാഡ്രിഡ് വേഴ്സസ് യുവൻറ്റസും പിന്നെ ബൊറൂസിയ ഡോർട്ട്മുണ്ടും മോണ്ടാസറും. സോ നമുക്ക് നോക്കാം ആരായിരിക്കും അതിൽ വിജയിക്കുക, ആരൊക്കെയായിരിക്കും ഇനി ക്വാർട്ടർ ഫൈനൽ വരിക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം എന്തായാലും. സോ താങ്ക് യു സോ മച്ച്.